السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد. നാം സുഖലോലുപനായി മതിച്ചു വേണം നമ്മുടെ ഈ ഭൗതിക ലോകത്ത് നിന്നും അടുത്ത ഘട്ടമായ ജീവിതം ആരംഭിക്കുന്ന ആദ്യ ഭവനമാണ് ഖബർ. അതിന്റെ ഇരുഭാഗത്തും നാട്ടപ്പെട്ട മീസാൻ കല്ലിന് കീഴെ ഭയാനകമേറിയതും ഇരുളിനാൽ മൂടപ്പെട്ടതും ഇരുവാരിയെല്ലുകൾ തമ്മിൽ കോർക്കും വിധം നമ്മെ വാഹന ഹർഷമേകുന്നതുമായ ഭവനമത്രേ അത്. നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരും ഉറ്റവരും ഉടയവരുമെല്ലാം 3 പിടി മണ്ണിനാൽ നമ്മെ യാത്രയയപ്പ് നൽകി മടങ്ങുന്ന ഗേഹം, നമ്മെ ധനിച്ചാക്കി യാത്രയാക്കുന്ന ലോകം, കൂടപ്പിറപ്പുകൾ പോലും കൂട്ടിരിക്കാൻ കിട്ടാത്ത ഭവനം. അതുവരെയുള്ള ഇഹലോക ജീവിതത്തിൽ നാം ചെയ്ത നന്മകൾ നമുക്ക് തുണയും തിന്മകൾ നമുക്ക് വിനയുമായി ഭവിക്കുന്നിടം. നമ്മുടെ പല ബന്ധുമിത്രാദികളും നമുക്ക് മുന്നേ എത്തപ്പെട്ടിട്ടുണ്ട് അവിടെ. നാഥന്റെ വിധിക്ക് മുമ്പിൽ കീഴടങ്ങാൻ വിധിക്കപ്പെട്ടവരാണ് നാമും നമ്മുടെ മുൻഗാമികളെ പോലെ മരണവും ഖബറും എന്ന സത്യങ്ങൾ രുചിച്ചറിയേണ്ടവർ തന്നെ. ആ ഇരുളാർന്ന ഭവനത്തെ വെളിച്ചമുള്ളതാക്കി മാറ്റാൻ നാം ചെയ്ത നന്മകൾ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. തിന്മകളെ പാടെ വെടിയുക, നന്മകൾ മാത്രം അധികരിപ്പിക്കുക. നമ്മുടെ അന്ത്യനിമിഷം നന്മയിലാകുവാൻ നാഥൻ തുണയ്ക്കട്ടെ. മാനസികവും ശാരീരികവുമായ ശുദ്ധിയോടെയും കാണേണ്ടവരെ കണ്ട ശേഷവും പറയാനുള്ളത് പറഞ്ഞേൽപ്പിച്ച ശേഷവും ഏറ്റവും ഉത്തമവും ഉദാത്തവുമായ സമയത്തും സജ്ജനങ്ങൾക്കരികിലും അതരത്തിൽ പുഞ്ചിരിയും ഇമകളിൽ സ്വർഗീയ സന്തോഷങ്ങളും നാവിൽ ഏകനായ നാഥന്റെ നാമവും ഖബറിൽ വെളിച്ചവും അനശ്വര ലോകത്തെ വിജയവും അതിലേക്കുള്ള പാതയുടെ വേഗതയും നേടി സ്വർഗമെന്ന ആരാം വണയുവാൻ ജീവിതകാലത്ത് നാം സദാ പ്രയത്നിക്കേണ്ടതുണ്ട്. അതിലേക്കുള്ള പാതകൾ തടസ്സരഹിതമാകുവാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.